ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 315 ആംബുലൻസാണ് കേരളത്തിൽ തെക്ക് വടക്ക് ഓടുന്ന. ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി 3/4 പങ്കും പിടിച്ചു വെച്ചിട്ട് 1/4 പങ്ക് മാത്രമേ തരൂന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുമ്പം ഏതാനും സമയത്തിനകം ഉജ്ജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അടുത്ത സ്വീകരണ കേന്ദ്രത്തിൽ ഏതാനും സമയത്തിനകം എത്തിച്ചേരുമായി തേടിയെത്തുന്നവർക്ക് ആശ്വാസമായ വടകരയുടെ സ്വന്തം പാർലമെന്റിൽ നിന്നുള്ള നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ സഖാവ് കെ ശൈലജ ടീച്ചർക്ക്. നിപ്പയും കോവിഡും സംഹാര താണ്ഡവമാടിയ കാലത്ത് ഉൾക്കരുത്തോടെ നേരിട്ട് ലോകമാദരിച്ച ടീച്ചറും വടകര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി സഖാവ് കെ ശൈലജ ടീച്ചർക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അരിവാൾ ചുറ്റിക നക്ഷത്രം കടപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വടകര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി സഖാവ് കെ ശൈലജ ടീച്ചർ ഇതാ ഏതാനും സമയത്തിനകം പിന്നിട്ട വഴിത്താരകളിൽ ഉജ്ജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുകയാണ്. പകലില്ലാതെ ജീവനുമായി തേടിയെത്തുന്നവർക്ക്
കമ്മിറ്റി, LDF 50-ാം നമ്പർ ബൂത്ത് കമ്മിറ്റി, അവ്യ ബാലസംഘം കൂട്ടുകാരി അവ്യ ടീച്ചർക്കൊരു ബൊക്ക സമർപ്പിക്കുന്നതായിരിക്കും. DYFI ഒഞ്ചിയ മേഖലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് വാർച്ച വരച്ച ടീച്ചറുടെ ഒരു ചിത്രം ഈ വേദിയിൽ വെച്ച് ടീച്ചർക്ക് കൈമാറും. അതിനുവേണ്ടി ആർച്ചയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മുടെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒഞ്ചിയത്ത് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണുമ്പോൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളോട് പറയുന്നത് ജനങ്ങളുടെ ജീവിത പ്രശ്നമാണ്, അതിൻ്റെ രാഷ്ട്രീയമാണ്, അതുപോലെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറാനുള്ള നമ്മുടെ ആഗ്രഹമാണ്. കേരളത്തെക്കുറിച്ച് എല്ലാവർക്കും ഓലപ്പരകളാണ് ചോർന്നടിക്കുന്നത്. ഇവർക്കൊക്കെ ഓർമ്മയുണ്ടാവും അല്ലേ? ഇപ്പം ജനിച്ച ആർക്കും അടുത്ത കാലത്തുള്ളവർക്ക് ഓർമ്മയുണ്ടാവില്ല. ഒറ്റ മുറിയായിരിക്കും. ഒരു മൂലക്ക് അച്ഛനും അമ്മയും, മറ്റേ മൂലക്ക് മോനും മോൻ്റെ ഭാര്യയും അല്ലേ, പ്രസവിച്ച് കിടക്കുന്ന പെണ്ണപ്പുറത്തെ 1-2 മുറിയൊന്നുമില്ലല്ലോ. എന്തൊരു പരിതാപകരമായ ജീവിതമാണ്. സ്ത്രീകൾക്കൊന്നും ആഹാരം പോലും ഉണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പണിക്ക് പോകുന്ന പുരുഷന്മാർക്കെല്ലാം കൊടുത്തിട്ട് കഞ്ഞിക്കലത്തിലെ വെള്ളത്തിൽ കാന്താരി അടിച്ചിട്ടുള്ളതാണ്. സ്വാഭാവികമായി 57 DMS ഗവൺമെൻറ് കൊണ്ടുവന്നപ്പോൾ കുടിയൊഴിപ്പിക്കൽ നിർത്തിവെച്ചു. പിന്നീട് ഭൂപരിഷ്കരണം കൊണ്ടുവന്നു. പിന്നീട് ജനകീയാസൂത്രണം വന്നു, കുടുംബശ്രീ അയൽക്കൂട്ടം വന്നു. പടിപടിയായി നമ്മൾ ഓരോന്ന് കൊണ്ടുവരികയാണ്. പറയാൻ സാധിക്കില്ല. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇങ്ങനെയാവണ്ടേ? എന്താ ആ UP-യിലെ ഗ്രാമങ്ങളുടെയൊക്കെ സ്ഥിതി? ഇപ്പോൾ ചില യൂട്യൂബിലൊക്കെ കാണലുണ്ട്, കടലാസ് ടെൻറ്റുകളിൽ താമസിക്കുകയാണെന്ന്, വെയിലും മഴയെല്ലാം നനഞ്ഞിട്ട്. പക്ഷെ കേരളം ഇങ്ങനെ പോരാ. നമുക്ക് ഈ സ്ഥിതിയിൽ നിന്ന് ഇനി താഴേക്ക് പോകാൻ പറ്റില്ല. ഇനി നമുക്ക് പട്ടിണിയുടെ അതെല്ലാം നിലനിർത്തണമെങ്കിൽ കേരളത്തിന് റവന്യൂ വരുമാനം ഉണ്ടാവണം. നമ്മളുടെ നാട്ടിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി 3/4 പങ്കും പിടിച്ചു വെച്ചിട്ട് 1/4 പങ്ക് മാത്രമേ തരൂന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുമ്പം നമ്മുടെ നികുതി വരുമാനം മുഴുവൻ പിടിച്ചു വെക്കുക. വെറുതെ അല്ല 5 വർഷം പെൻഷൻ കുടിശ്ശികയായിപ്പോയത്. അവർ തീരെ പിടിച്ചു വെച്ചപ്പോൾ കുടിശ്ശിക, സമരം ചെയ്ത് കേസ് കൊടുത്ത് കുറച്ച് വാങ്ങിയെടുത്തപ്പോൾ കൊടുക്കാൻ തുടങ്ങി. ഞാൻ ഇവിടുന്ന് വിജയിച്ച വടകരയുടെ വികസനത്തിന് വേണ്ടി വടകരയിലെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന ഉറപ്പാണ് എനിക്ക് നൽകാനുള്ളത്. നേരത്തെ മന്ത്രിയായിരുന്നപ്പോൾ എങ്ങനെ പ്രവർത്തിച്ചു, MLA ആയപ്പോഴും അതത് മണ്ഡലങ്ങളിൽ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. നിപ്പയും കോവിഡൊക്കെ വന്ന ഭയന്ന നാളുകളിൽ എങ്ങനെയാണ് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുക എന്ന് ആത്മാർത്ഥമായിട്ടും പരിശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരെയും നല്ല ടീമാക്കി പ്രവർത്തിപ്പിച്ച് രാത്രി പകലാക്കി വർക്ക് ചെയ്യിപ്പിച്ചു. എല്ലാവരും കൊണ്ടും എന്തൊരു ജോലിയാണ് ചെയ്തത് ഹെൽത്തിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം. ഞാനും അവരുടെ കൂടെ നിന്നില്ല എങ്കിൽ അവർ അങ്ങനെ ജോലി ചെയ്യാൻ അവർക്ക് കഴിയില്ല. എന്നിട്ടാണ് നമ്മൾ നിപ്പയെ 40 ദിവസം കൊണ്ട് അവസാനിപ്പിച്ചത്. ആർക്കും പകരാതെ, ആദ്യം പകർന്നവർക്കല്ലാതെ, നമ്മൾ അറിയുന്നതിന് മുമ്പേ പകർന്നവർക്കല്ലാതെ പിന്നെ ആർക്കും പകർന്നിട്ടില്ല. കോവിഡിൻ്റെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവൻ രക്ഷിച്ച സംസ്ഥാനം എന്നുള്ള നിലയിലാണ് ഐക്യരാഷ്ട്രസഭയിലടക്കം എന്നെ കൂടി ക്ഷണിച്ചത് പ്രസംഗിക്കാൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്ക് നേരത്തെ ഇല്ലാത്ത അനുഭവമാണ്. ഒരുപാട് കാര്യങ്ങൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും അപകട മരണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ 315 ആംബുലൻസാണ് കേരളത്തിൽ തെക്ക് വടക്ക് ഓടുന്ന. ഇപ്പം എത്ര അപകട മരണത്തിൽ നിന്ന് ആളുകളെ രക്ഷിച്ചു എന്നറിയോ? ചെറിയ കുട്ടികൾക്ക് ഹൃദയത്തിന് അസുഖം വരുമ്പോൾ വന്ന് പെട്ടെന്ന് മരിച്ചു പോവുക ജന്മന. ആ കുട്ടികളെ രക്ഷിക്കാൻ ഹൃദയം പദ്ധതി കൊണ്ടുവന്നു. എല്ലാ സഹോദരങ്ങളെയും നിങ്ങൾ കാണണം. എനിക്ക് എല്ലാ വോട്ടർമാരെയും കാണാൻ പറ്റില്ല. ഒഞ്ചിയത്തെ സകല വീടുകളിലും പോയി എല്ലാ വോട്ടർമാരെയും കാണാൻ കഴിഞ്ഞെങ്കിലെന്ന് ആശയമുണ്ട്. പക്ഷേ ഒരു പാർലമെൻറ്റ് ഇലക്ഷന് ഒരു സ്ഥാനാർത്ഥിക്കും അത് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നു കൂടിയിട്ടുള്ള എല്ലാവരും ചേർന്ന് നമ്മുടെ അയൽവക്കത്തൊക്കെ പോകണം. ആരോടും നമുക്ക് യാതൊരു വെറുപ്പില്ല. ചെയ്യും. ചിലർ വിളിച്ചിട്ടുണ്ട്, അപൂർവമാണെങ്കിലും ഞങ്ങൾ ഇത്തവണ ടീച്ചർക്ക് ചെയ്യുമെന്ന് പറഞ്ഞ്. എല്ലാവരും വിളിക്കുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ അവരെ എല്ലാം കാണണം. വിളിച്ചവർക്ക് നന്ദി. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ
ചെയ്യാറില്ല, പക്ഷേ ടീച്ചറിൻ്റെ ഒരു വോട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതുപോലെ എല്ലാവരോടും പറയണം സഭാ മണ്ഡലത്തിൽ നിന്നും സഖാവ് KK ശൈലജ ടീച്ചർ LDF സ്ഥാനാർത്ഥിയായി ജനവിധി നേടുകയും സഖാവ് KK ശൈലജ ടീച്ചർക്ക് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തുക. സഖാവ് KK ശൈലജ ടീച്ചർ ഇതാ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഏതാനും സമയത്തിനകം എത്തിച്ചേരുകയും നെഞ്ചിൽ ചേർക്കുന്ന ചുറ്റികയഴിവാൾ നക്ഷത്രമായി നമ്മെ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഏതാനും സമയത്തിനകം എത്തിച്ചേരും. ഞാൻ ഈ കല്യാണം വീട്ടിലാണ് ധാരാളം ആളുകൾ കോർപ്പറേറ്റ് വർഗീയ ശക്തികളെ കേന്ദ്രാധികാരത്തിൽ നിന്നും പുറത്താക്കാൻ മതനിരപേക്ഷതയും ഭരണഘടനയും സംരക്ഷിക്കുവാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയുടെ കരുത്തയായ സാരഥി KK ശൈലജ ടീച്ചർ ഭിന്നിത്ത വഴിത്താരകളിൽ ഊഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് ഏതാനും സമയത്തിനകം എത്തിച്ചേരുകയാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി നമ്മുടെ സ്വന്തം ശൈലജ ടീച്ചറെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കാർഷിക വ്യവസായ മേഖലകളെ കോർപ്പറേറ്റുവൽക്കരിക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ പോരാടാൻ വടകരയുടെ വികസനത്തിനും പുരോഗതിക്കുമായി KK ശൈലജ ടീച്ചർക്ക് നിങ്ങളുടെ വിലപ്പെട്ട വോട്ടവകാശം അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തുക. സഖാവ് KK ശൈലജ ടീച്ചർ മണ്ഡലം